ഹായ് ഫ്രണ്ട്സ്, വിജയ രമേശ് വ്ലോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ആളും പുതുസ് ആട്ടവും പുതുസും. അതെ, ഞാനൊരു പുതിയ ഭാവത്തിൽ വന്നിരിക്കാൻ വേറൊന്നുമല്ല, തമിഴ് ബിഗ് ബോസിൻ്റെ റിവ്യൂമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. തമിഴ് ബിഗ് ബോസ് സീസൺ 8 ഇത് സ്റ്റാർട്ടായിരിക്കുകയാണ്. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല, വേറെ ലെവൽ പൊളി വൈബ് തന്നെയാണ് കേട്ടോ. ബിഗ് ബോസ് ഇഷ്ടപ്പെടാത്തവർ തീർച്ചയായിട്ടും എൻ്റെ ബിഗ് ബോസിൻ്റെ റിവ്യൂ കണ്ട് ബിഗ് ബോസ് മലയാളം ചെയ്ത സമയത്ത് ഒത്തിരി പേർ കാണാത്തവർ കണ്ടു എന്ന് പറഞ്ഞു. അതുപോലെ നിങ്ങളും തമിഴ് ബിഗ് ബോസ് കാണണം, അടിപൊളിയാണ്, വേറെ ലെവലാണ്. കഴിഞ്ഞ 7 സീസണും ഇത് ആങ്കറിങ് ചെയ്തിരിക്കുന്നത് കമലഹാസൻ സാറായിരുന്നു. ഇപ്രാവശ്യം നമ്മുടെ വിജയ് സേതുപതി സാറാണ്. ഇതാണ് വീട്, ഞാൻ ചെറുതായിട്ട് കാണിച്ചതാണ്, കോർപ്പറേറ്റ് കിട്ടുമെന്നറിയത്തില്ല. അങ്ങനത്തെ വിജയ് സേതുപതി സാർ നമുക്ക് വീടിൻ്റെ ഓരോ അകത്തളങ്ങളും കൊണ്ട് കാണിക്കുകയാണ്. അപ്പോൾ സാറ് പറയുകയാണ് നമുക്കെപ്പോഴും സൗത്ത് താ മുഖ്യം. അങ്ങനെ നേരെ അടുക്കളയിലാണ് പോകുന്നത്, ഇതേവരുടെ ഡൈനിങ് ടേബിൾ. പക്ഷേ ഇപ്രാവശ്യം എന്തെന്നറിയുമോ, ഇതിൻ്റെ എൻട്രിങ്, അതായത് സ്റ്റാർട്ടിങ് മുതൽ ഒരു നടുവിൽ ഒരു വൈറ്റ് കോഡ് പോലെ ഉണ്ട്, ഒരു പാത പോലെ ഇങ്ങനെയുണ്ട് കേട്ടോ. അപ്പോൾ അത് എന്തൊക്കെയോ ട്വിസ്റ്റുകളുണ്ട്, ഞാൻ പറഞ്ഞു തരാം എന്താണെന്നുള്ളത്. ഇതവിടെ ഒരു കണ്ണാടി പോലെ നമുക്ക് തോന്നുന്നു കണ്ണാടിയാണെന്ന്, പക്ഷേ ഇല്ല, സാറങ്ങടെ അപ്പുറത്ത് വന്നിട്ടുണ്ട്. ഇത് ഓരോ റൂം, എൻ്റെ പൊന്നെ ഒരു കാർഡാണോ എനിക്കറിയത്തില്ല, എന്തൊക്കെയാ ഒരു എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ ഹോട്ട്സ്റ്റാറിൽ കണ്ടവരാണ്, അല്ലെങ്കിൽ കാണാത്തവർ അത് കാണുക. എൻ്റെ പൊന്നെ വേറെ ലെവലാണ്. കണ്ട ആ ഒരു കോഡുണ്ടല്ലോ, ആ കോഡ് വന്ന് ലാസ്റ്റ് ഇത് പിങ്ക് കളർ ഇവിടെ അവസാനിക്കും. ഇതവിടെ ഒരു ഊഞ്ഞാൽ കെട്ടൽ ഭയങ്കര ഇഷ്ടമാണ് തോന്നിട്ട് ഓടിപ്പോൾ അവിടെ നിന്ന് ഊഞ്ഞാലാടാൻ വേണ്ടി ഒരു മോഹം മനസ്സിൽ തോന്നിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇതാ വിജയ് സേതുപതി സാർ കുറേ സമയം അവിടെ നിന്നിട്ട് അദ്ദേഹത്തിന് കുറേ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ വീട്ടിൻ്റെ ട്വിസ്റ്റ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഇവിടെ 2 ബെഡ്റൂമുണ്ട്. പക്ഷേ 2 ബെഡ്റൂമിനകത്ത് അതായത് സിംഗിൾ റൂമാണ് കേട്ടോ, അതായത് ബെഡാണ് കേട്ടോ. മറ്റു സ്ഥലത്താണെങ്കിൽ ഒരു 3 പേർക്ക് കിടന്നുറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ബെഡാണ്. അപ്പോൾ 2 റൂമാണുള്ളത്. ഈ റൂമിന് വേണ്ടിയിട്ടാണ് ഇന്നിവിടെ അടി തുടങ്ങിയിരിക്കുന്നത്. ടാസ്കും ബിഗ് ബോസ് ആദ്യമായിട്ട് കൊടുത്തിരിക്കുന്നതും ഈ റൂമിന് വേണ്ടി തന്നെയാണ്. അത് എന്താണെന്ന് ഞാൻ വഴിയെ പറഞ്ഞു തരാം, വേറൊന്നുമല്ല. ഇവർക്ക് ഓരോരുത്തരായിട്ട് ഇങ്ങനെ കടത്തി വിട്ടിട്ടില്ല, ആൾക്കാരെ കയറ്റുന്നതനുസരിച്ച് കുറേ പേര് 6 പേരാവുന്ന സമയത്താണ് റൂമിലോട്ട് കയറ്റി വിടുന്നത് കേട്ടോ. അങ്ങനെ എന്തായാലും വിജയ് സേതുപതി സാർ ഇവിടെ രഹസ്യങ്ങൾ കൈമാറുന്ന നമ്മുടെ കൺഫെഷൻ ഏരിയ, എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ലൈറ്റിനിങ്, എൻ്റെ കണ്ണൊക്കെ ഒന്ന് മഞ്ഞളിക്കുന്ന പോലെ തോന്നി. ആദ്യമായിട്ട് കണ്ടോന്ന് അറിയത്തില്ല, കണ്ടിട്ടാണെന്ന് എനിക്കറിയത്തില്ല, എന്തോ ഒരു ഇറിറ്റേഷൻ പോലെ എനിക്ക് തോന്നി. പിന്നെ പാക്കത്താൻ പിടിക്കും അല്ലേ. അപ്പോൾ എന്തായാലും സാർ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്, അതിനുശേഷം പുറത്ത് വരുന്നുണ്ട്. എനിക്ക് ഈ ബിഗ് ബോസിൻ്റെ ഹോസ്റ്റ് ചെയ്യാൻ ഞാൻ കുറേ പ്രാവശ്യം ആലോചിച്ചു. ഇതിനകത്ത് കുറച്ച് നെഗറ്റിവിറ്റി വരും, അപ്പോൾ അതെന്ത് ചെയ്താലും നമ്മളത് ഫേസ് ചെയ്യണം. അങ്ങനെ ഒരു ദൃഢപ്രതിജ്ഞയോടുകൂടെ അദ്ദേഹം ഓഡിയൻസിനെ ഫേസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും സാറിനെ കണ്ട് എന്താ പറയേണ്ടത്, എനിക്ക് പറയാൻ വാക്കുകളില്ല കേട്ടോ. കൗണ്ടർ എന്ന് വെച്ചാൽ അങ്ങറ്റത്തെ കൗണ്ടറായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ നല്ല എന്താ പറയണ്ടേ, ഉരുളയ്ക്ക് ഉപ്പേരി പോലെ തന്നെയുള്ള മറുപടിയായിരുന്നു കേട്ടോ. ഞാൻ രാത്രി 2 മണിക്കാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അങ്ങനെ 2024 തമിഴ് ബിഗ് ബോസിൻ്റെ സീസൺ 8 ആദ്യത്തെ കണ്ടസ്റ്റൻറ്റ് വേറെ ആരുമല്ല, രവീന്ദ്ര ഫാറ്റ്മാൻ എന്നറിയപ്പെടുന്ന രവീന്ദ്ര ജിയാൻ. ഒരുപാട് എന്താ പറയേണ്ടത്, തമിഴ് ഇൻഡസ്ട്രിയിൽ തന്നെ അല്ലെങ്കിൽ തമിഴ് ആ ഒരു മാധ്യമങ്ങളിൽ തന്നെ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിയായിരുന്നു. ഓരോരോ കാരണങ്ങളാൽ നല്ലൊരു പക്ക ബിസിനസ്മാനാണ്. നമ്മുടെ മലയാളത്തിലുള്ള മഹാലക്ഷ്മിനെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഈ തടി പിന്നെ നല്ല കാശുകാരനാണ്. അപ്പോഴത്തേക്ക് മഹാലക്ഷ്മി കാശ് കൊണ്ടിട്ടാണ് ഇദ്ദേഹത്തെ വിവാഹം കഴിച്ചതെന്നും പിന്നെ മാത്രം കുറച്ച് സമയം ജയിലിലൊക്കെ അയാൾ കിടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കാര്യം. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാനൊരു എൻ്റർടൈൻമെൻറ്റാണ്, എനിക്കൊരു വേറൊരു വശമുണ്ട്. അപ്പോൾ അത് എന്താണ്, ഞാൻ എന്താണെന്ന് മറ്റുള്ളവർക്ക് മുന്നിൽ, അതായത് അകത്തു പോയിട്ട് ഞാൻ എന്താണെന്നുള്ളത് ജനങ്ങൾക്ക്, മക്കളുടെ മുന്നിൽ അത് പുരിയ വയ്ക്കണം, അത് മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ് എൻ്റെ ഈ പടയൊരുക്കം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അകത്തേക്ക് പോവുകയാണ്. മാത്രമല്ല ഇദ്ദേഹം തമിഴ് ഈ 7 സീസണും അദ്ദേഹം റിവ്യൂ ചെയ്ത് നല്ല വരുമാനമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് സേതുപതി സാറിൻ്റെ മുന്നിൽ വെച്ച് പറയുകയുണ്ടായി. എന്നാൽ അദ്ദേഹം നല്ല കഥയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നെപ്പോലെ തടിയുള്ളവർക്കൊരു കഥപ്പ് വരുമല്ലോ. എന്തായാലും അദ്ദേഹം അവിടെ പോയി. പക്ഷേ ബിഗ് ബോസ് എന്നറിയാമോ, സാധാരണ ആദ്യം തന്നെ എല്ലാവരും പോകുന്ന സമയത്ത് അങ്ങോട്ട് വീട്ടിനകത്തേക്ക് കയറ്റി വിടുക ചെയ്യുന്നത്, പക്ഷേ കയറ്റി വിട്ടിട്ടില്ല. ഇദ്ദേഹം മുതലാളി എവിടെ, കഥ തുറക്കുന്നില്ലേ, താക്കോൽ എവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ബിഗ് ബോസ് അനങ്ങുന്നേ ഇല്ല. ബിഗ് ബോസ് ചില കളികൾ കാണുവാനും ചിലരെ കളി പഠിപ്പിക്കുവാനും എന്ന രീതിയിൽ തന്നെയാണ്, വേറെ ലെവലിൽ തന്നെയാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. രണ്ടാമതായി വന്നിരിക്കുന്നത് സജ്ജനയാണ് കേട്ടോ. അതായത് വിജയ് സേതുപതി സാറിൻ്റെ കൂടെ മഹാരാജ എന്ന മൂവിയിൽ മകളായിട്ട് അഭിനയിച്ച ഒരു കുട്ടിയാണ് കേട്ടോ. അപ്പോൾ നീ ടെൻഷൻ ഫ്രീ ആയിട്ട് നീയായിട്ട് തന്നെ അവിടെ നിന്ന് കളിക്കണം. അഥവാ ഞാൻ എന്തെങ്കിലും എന്താ പറയുക വഴക്കെന്തെങ്കിലും പറയുവാണെങ്കിൽ വിഷമമൊന്നും വിചാരിക്കരുത്. ആദ്യമേ ഒരു മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല നീ അവിടെ പോയി ഒരു തിരുത്തരം ചെയ്യാൻ പാടില്ല, എന്നാൽ അപ്പ എന്ന് വിളിച്ചാൽ ഞാൻ വഴക്ക് പറയും എന്ന രീതിയിൽ തന്നെ ഒരു മുന്നറിയിപ്പ് കൊടുത്തു തന്നെയാണ് ആ കുട്ടീനെ അകത്തേക്ക് പറഞ്ഞിരിക്കുന്നത്. ഓഡിയൻസൊക്കെ നല്ല കൈത്തട്ടി. ആദ്യം വന്നപ്പോൾ തന്നെ പറഞ്ഞത് ആര് മോൾ, അതിനെ ആരെങ്കിലും കടത്തി വിട്ടത്, നീ ആര് എന്ന രീതിയിലൊക്കെ കൗണ്ടർ അടിച്ചിട്ടുണ്ടായിരുന്നു. സൂപ്പറായിരുന്നു. എന്തായാലും ആ മകൾ അകത്ത് കയറിയിരിക്കുകയാണ്. മൂന്നാമതായി വന്നിരിക്കുന്നത് ദർശന ഗുപ്തയാണ് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിനകത്ത്
2.3 മില്യൺ ഫോളോവേഴ്സുള്ള ഒരു കുട്ടിയാണ്. ലോക്ക്ഡൗൺ സമയത്താണ് ഇൻസ്റ്റയിൽ റീൽസൊക്കെ ഇടാൻ തുടങ്ങിയിരിക്കുന്നത്. കുക്ക് വിത്ത് കോമാളിയുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന ഈ പ്രാവശ്യം വന്നിരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാവരും സീരിയൽ അതുപോലെ സിനിമ മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തികൾ തന്നെയാണ് കേട്ടോ. ഇവരകത്തേക്ക് പോകുന്ന സമയത്ത് ഓരോ ട്രോഫിയും കൊടുത്താണ് വിടുന്നത്. നിങ്ങൾ ഈ ട്രോഫി ഇപ്പോൾ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ട്രോഫിയാണ്, അതായത് നിങ്ങൾ ഈ ട്രോഫിയും കൊണ്ട് പുറത്ത് വരുന്ന സമയത്ത് ഒറിജിനൽ ട്രോഫി തരും എന്ന് പറഞ്ഞിട്ടാണ് ഓരോ കണ്ടസ്റ്റൻ്റെയും അകത്ത് പറഞ്ഞു വിടുന്നത് കേട്ടോ. അടുത്ത 4ാമത് വന്നിരിക്കുന്നത് സത്യയാണ്. ബോഡി ബിൽഡറാണ്. എന്തുകൊണ്ട് അദ്ദേഹം ഈ ഒരു വഴിത്താരയിൽ കടന്നു വരാൻ ഒരുപാട് സാക്രിഫൈസ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ വൈഫും ഈ സീസൺ 2-ൽ മത്സരിച്ചിരുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അങ്ങനെ അവരെ സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് ട്രോഫി കൊടുക്കുന്നുണ്ട്. താൻ ബിഗ് ബോസിനകത്തേക്ക് പോകുന്നത് തന്നെ ഫിലിം ഫീൽഡിൽ നിന്ന് കരിയർ ഡെവലപ്പ് ചെയ്തെടുക്കണം, അതാണ് എൻ്റെ ഡ്രീം എന്ന് പറയുന്നത്. പിന്നെ സത്യ സാറിനോട് ചോദിക്കുന്നുണ്ട്, സാർ നിങ്ങൾ ആദ്യം കണ്ടതുപോലെ തന്നെ ഇപ്പോഴും മറ്റുള്ളവർക്ക് പെരുമാറുന്നത് എന്താണ് അതിൻ്റെ രഹസ്യം എന്ന രീതിയിൽ സംസാരിക്കുന്നത്. ഇത് ഞാൻ ചെയ്യുന്ന വേഷത്തിൽ എനിക്ക് പൈസ കിട്ടുന്നു, മറ്റത് ഞാൻ റിയലായിട്ടുള്ള വ്യക്തിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായി വിളയാടി കപ്പുമായി വാങ്ങുക എന്ന രീതിയിൽ ഉമ്മയൊക്കെ കൊടുത്ത് തൻ്റെ പിതാവിനകത്തേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. നോക്കാം നമുക്ക് അദ്ദേഹത്തിൻ്റെ കളികൾ. അടുത്ത് വന്നിരിക്കുന്നത് വേറെ ആരുമല്ല, ദീപക് എന്ന് പറയുന്ന വ്യക്തിയാണ് കേട്ടോ. ആങ്കറിംഗ് ആണ് അദ്ദേഹത്തിൻ്റെ മെയിൻ. ഞാൻ പറഞ്ഞല്ലോ, കൂടുതൽ എല്ലാവരും ഈ TV സീരിയലും സിനിമയുമായി ബന്ധപ്പെട്ട വ്യക്തികൾ തന്നെയാണ്. തൻ്റെ എക്സ്പീരിയൻസ് വെച്ച് അകത്തിപ്പോൾ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് അകത്ത് പോയിരിക്കുന്നത്. കാണാം നമുക്ക് അദ്ദേഹത്തിൻ്റെ കളികൾ എന്താണെന്നുള്ളത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വൈഫ് പറഞ്ഞ് അദ്ദേഹം ഒരു ഗുഡ് സോളാണ്, മകൻ പറഞ്ഞ് ബി കൂൾ ഡാഡി എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിനും സിനിമ തന്നെയാണ് മോഹം കേട്ടോ. 6ാമത്തെ കണ്ടസ്റ്റൻറ്റ് RJ ആനന്ദിയാണ് കേട്ടോ. നല്ലൊരു ലിസണറാണ്, മാത്രമല്ല ഒരു യൂട്യൂബറാണ്. അതുപോലെ തന്നെ എന്താ പറയേണ്ടത്, ഒത്തിരി സോഷ്യൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന വ്യക്തിയാണ്. പിന്നെ ഇത് ഒരുപാട് ബുക്കുകൾ വായിക്കുന്ന കുട്ടിയാണ്. ഒരുപാട് ചോദ്യങ്ങൾ അവർക്കുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് കുറേ ചോദ്യങ്ങൾ അകത്ത് പോയി ചോദിക്കണം, മനസ്സിലായോ? അതായത് എന്തൊക്കെയോ ഒരു ബുക്കുകൾ വായിച്ച് ഭയങ്കര ഒരു ജ്ഞാനി എന്നൊരു തോന്നൽ വരുമല്ലോ. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസൊക്കെ വരുമല്ലോ. അപ്പോൾ അതൊക്കെ മനസ്സിൽ വെച്ചിട്ടുണ്ട്. അതകത്ത് പോയി എല്ലായിടത്തും കേൾക്കണം എന്ന് പറഞ്ഞിട്ടാണ് അകത്ത് പോയിരിക്കുന്നത്. നോക്കാം എന്താണെന്ന്. മാത്രമല്ല അവർ പറയുന്നുണ്ട് എനിക്കൊരു കംഫർട്ട് സോണുണ്ട്, അപ്പോൾ ആ കംഫർട്ട് സോൺ ഒന്ന് ബ്രേക്ക് ചെയ്യണം. അതായത് കുറച്ച് ദിവസം എൻ്റെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ഒന്നും ഇല്ലാണ്ട് കുറച്ച് ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത് പോയിട്ട് അവരുമായിട്ട് എങ്ങനെ മിങ്കിൾ ചെയ്ത് അതൊരു എക്സ്പീരിയൻസ് എനിക്ക് എടുക്കണം എന്ന രീതിയിൽ തന്നെയാണ് അവർ ബിഗ് ബോസിനകത്ത് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കിക്കാണാം. ഇത്രയും സമയം വരെ ബാക്കി 5 പേരും ഇപ്പോൾ വന്നിരിക്കുന്ന 6ാമത്തെ ആളെയും കൂടി ചേർത്തിട്ട് റൂമിനകത്തേക്ക് കയറ്റിവിടുകയാണ്. അതായത് ബിഗ് ബോസിനകത്തേക്ക് അവരത് കയറി പോവുകയാണ്. സാധാരണ എല്ലാ സീസണിലും ആദ്യം വരുന്നവർ ആദ്യം അങ്ങോട്ട് പോകും. പക്ഷേ ഇവർ 6 പേരെ ഒരുമിച്ച് അകത്തേക്ക് പറഞ്ഞു വിടുകയാണ്. എന്നിട്ട് പറയുക, നിങ്ങൾ എത്രയും പെട്ടെന്ന് എല്ലാവരും ഓടിപ്പോയി റൂമെല്ലാം കാണുക. അതിനുശേഷം 2 ബെഡ്റൂമുണ്ട്, നിങ്ങൾക്ക് ഏത് വേണമെന്നുള്ളത് ചൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെ ഡിസ്കഷൻ ചെയ്ത സമയത്ത് അവർക്ക് ഒന്നും ഒരു ഐഡിയ കിട്ടുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ വിജയ് സേതുപതി സാർ TV-യിൽ കാണുന്നുണ്ട്, നിങ്ങൾ ഡിസ്കസ് ചെയ്തോ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് പറയുകയാണ്, ഇപ്രാവശ്യം ഇവിടെ മെൻ വേഴ്സസ് വിമൺ എന്നാണ് കേട്ടോ, വേറെ ലെവലാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു നടുവിൽ ഒരു എന്താ പറയുക, ഒരു കോഡ് കൊടുത്തിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അവിടെ അപ്പുറഭാഗം പെണ്ണുങ്ങൾക്കും ഇപ്പുറഭാഗം ആണുങ്ങൾക്കും എന്ന രീതിയിൽ തന്നെയാണ്. അപ്പോൾ ഇവർ ഈ പെണ്ണുങ്ങളും ആണുങ്ങളും ഒരുമിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ടത് സിംഗിൾ റൂമാണ്. കാര്യം എന്ന് വെച്ചാൽ ഇതാണ്ടോ, ഇവർക്ക് സെപ്പറേറ്റ് കിടക്കാം. അപ്പോൾ സ്ത്രീകൾ പറഞ്ഞു ഞങ്ങൾക്ക് ആ റൂം മതി, കാരണം ഒരുപാട് സ്പേസ് ഉണ്ട്, ഞങ്ങൾക്ക് ഒരുങ്ങാനും കുറച്ച് പേഴ്സണൽ സ്പേസ് ഞങ്ങൾക്ക് ആവശ്യമാണെന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ പുരുഷ കേസരികൾ അത് വിട്ടുകൊടുക്കാൻ തയ്യാറില്ല. അപ്പോൾ ബിഗ് ബോസ് ചോദിക്കുന്നതിന് എന്തായാലും നിങ്ങളുടെ തീരുമാനം? 2 പേരും ഒറ്റക്കാലത്തിൽ നിൽക്കുവാണ്, ഞങ്ങൾക്ക് സിംഗിൾ റൂം വേണം. എന്നിട്ട് ഇവർക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ബിഗ് ബോസ് ആദ്യമേ കലിപ്പായി എന്ന ഒരു കാര്യം ചെയ്യും, നിങ്ങൾ 6 പേരും ഗാർഡൻ ഏരിയയിൽ നിങ്ങൾ എവിടെ ഇരുന്നോ അവിടെ പോയിരുന്നോ, പക്ഷെ നിങ്ങൾ പരസ്പരം സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ആദ്യത്തെ ശിക്ഷ അവിടെ നടപ്പിലാക്കിയാണ് കേട്ടോ. അതിനുശേഷം 7ാമത്തെ കണ്ടസ്റ്റൻറ്റിനെ വിളിക്കുന്നുണ്ട്, വേറെ ആരുമല്ല, സുനിത. ആസാമിൽ നിന്ന് ഇവിടെ വന്ന് സെറ്റിലായിരിക്കുന്ന കേട്ടോ, ചെന്നൈയിൽ സെറ്റിലായിരിക്കുന്നതാണ്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ പറയുന്നുണ്ട്. ഇവർക്ക് നമ്മൾ നേരത്തെ അറിയാം, അതായത് കുക്ക് വിത്ത് കോമാളി വിന്നറാണ് കേട്ടോ ഈ കുട്ടി. അപ്പോഴത്തേക്ക് നമ്മുടെ സേതുപതി സാർ നോക്കി പറയാണ്, കൗ എപ്പോഴും കൊടുക്കും പാൽ, നീ താൻ എന്നോട് ആൾ, തങ്കമീ ഉന്നത്താൻ തേടി വന്നതാനേ എന്ന പാട്ടൊക്കെ പാടി സേതുപതി സാറിനെ കയ്യിലെടുക്കാനുള്ള ശ്രമമാണ്. അത് ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടോ ആ കുട്ടി പറഞ്ഞിരിക്കുന്നത്, അതായത് ഏത് ഗെയിമിൽ നാം 100 അടിച്ച് വിൻ ചെയ്താലും അടുത്ത ഗെയിം നമ്മൾ 0 ഇരുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അതായത് കുക്ക് വിത്ത് കോമാളിയിൽ ഫസ്റ്റ് അടിച്ചു, പക്ഷേ ഇവിടെ നമ്മൾ ഒന്നേന്ന് തന്നെയാണ് ഞാൻ ഗെയിം കളിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു പോസിറ്റീവ് വേർഡ്സ് ആയിരുന്നു. അകത്ത് പോയ സമയത്ത് ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു, ബിഗ് ബോസ് തീരുമാനം പറയാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് 2 പേര് ഒരു റൂമാണ് സെലക്ട് ചെയ്തിരിക്കുന്ന കാര്യമാണ് ഇവർ ഡിസ്കഷൻ ചെയ്യുന്നത് കേട്ടോ. അടുത്ത് വന്നിരിക്കുന്നത് വേറെ ആരുമല്ല,
ഗാന പാട്ടും റാപ്പ് സിംഗറൊക്കെ പാടുന്ന ഒരു മകനാണ് കേട്ടോ ജെഫ്രി. വളരെ ദാരിദ്ര്യത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു മകനാണ്. അപ്പോൾ അമ്മ മകൻ മേടയിൽ നിൽക്കുന്നതുകൊണ്ട് അമ്മ ചിരിക്കുന്നുണ്ട്. അപ്പോൾ മകൻ പറയുന്നത് എൻ്റെ അമ്മ ചിരിക്കുന്നതല്ല, അമ്മ കരയുകയാണ്, ഒരുപാട് കഷ്ടമുണ്ട്, ആ കഷ്ടം മാറിയിട്ട് എനിക്കൊരു വഴി ഇവിടെ ദൈവം തന്നിരിക്കുന്നത്, ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ എൻ്റെ അമ്മയെ യഥാർത്ഥമായിട്ട് ചിരിക്കാൻ വെക്കണം, അതാണ് എൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞൊരു മകൻ. നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ വിജയ് രമേശ് വ്ലോഗ് കാണുന്ന നിങ്ങൾ ഓരോരുത്തരും തമിഴ് ബിഗ് ബോസിൽ ജെഫ്രിക്ക് ഓരോ വോട്ട് കൊടുക്കണം കേട്ടോ. എന്താ പറയേണ്ടത്, സമൂഹത്തിൽ ഉയർന്നു വരട്ടെ. ബാക്കി എല്ലാവരും സിനിമ സീരിയൽ മേഖലയിലുള്ള പിള്ളേരാണ് വന്നിരിക്കുന്നത്. അവരവരുടെ കഴിവ് തെളിയിച്ച വ്യക്തികളാണ്. പക്ഷേ ഈ മകൻ അദ്ദേഹത്തിൻ്റെ കഴിവ് മറ്റുള്ള ആൾക്കാരാൽ അറിയപ്പെടാനും അംഗീകരിക്കപ്പെടാനും വേണ്ടി വന്നിരിക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. ബിഗ് ബോസ് ഇവർ രണ്ടുപേരും അകത്ത് വെച്ചിട്ട് പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളൊരു തീരുമാനം എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും എന്താണ്, ജെഫ്രി എടുത്തിരിക്കുന്നതും സിംഗിൾ റൂം തന്നെയാണ്, സുനിത എടുത്തിരിക്കുന്നതും സിംഗിൾ റൂം തന്നെയാണ്. അപ്പോൾ വീണ്ടും ഇവിടെ തർക്കം വരുന്നത്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് 106 ദിവസമാണ് ഇവിടെ ഉള്ളത്. അപ്പോഴത്തേക്ക് 106 ദിവസത്തെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് പകുതി ഭാഗം ഏത് റൂമിലാണോ നിങ്ങൾ എടുത്തിരിക്കുന്നത് അവിടെ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോഴിവർ ജെൻസ് ഡിസിഷൻ പറഞ്ഞു, എന്നാൽ ഞങ്ങൾ ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് പിങ്ക് റൂമിൽ തരാം, പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. അതായത് ഈ ആണുങ്ങളുണ്ടല്ലോ, നിങ്ങൾ നോമിനേഷൻ ചെയ്യக்கூടാതെ. അതായത് ഞങ്ങൾ പറയും ഏത് ആഴ്ചയാണ് ആ ആഴ്ചയിൽ നിങ്ങൾ നോമിനേഷൻ ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പിങ്ക് റൂം, അതായത് സിംഗിൾ റൂം തരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ ലേഡീസ്, അതായത് ഇവർ സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് സിംഗിൾ റൂം വേണം, ഒരാഴ്ചയല്ലേ, ആ നോമിനേഷൻ ഫ്രീ അല്ലേ, ഓക്കെ എന്ന് പറഞ്ഞ് അവർ സമ്മതിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം 9ാമത്തെ കണ്ടസ്റ്റ് വരുന്നുണ്ട്, രഞ്ജിത്താണ് കേട്ടോ. നമുക്കറിയാം ഒരുപാട് സിനിമയിലും സീരിയലൊക്കെ അഭിനയിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു സച്ച് എ ഹ്യൂമൻ ബീയിങ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തെ കണ്ട ഒരു സിൻസിയർ കൂളിംഗ് മാനാണ്. എങ്ങനെ അകത്ത് പോയി അത് ബിഗ് ബോസിൽ വിളയാടുമെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. എന്നാലും ട്രോഫിയൊക്കെ കൊടുത്തത് പോയിരിക്കുകയാണ്. ഈ ട്രോഫി പുറത്ത് വരാനാണ്, ഒറിജിനൽ ട്രോഫി തരുമെന്ന് പറഞ്ഞ് അകത്ത് വന്നിട്ടുണ്ട്. 10ാമത്തെ കണ്ടസ്റ്റന്റ് വേറെ ആരുമല്ല, പവിത്ര. ഈ കുട്ടിയും സീരിയൽ ആക്ടർ തന്നെയാണ്. അകത്ത് വന്ന സമയത്ത് ഇവിടുത്തെ കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞു. പക്ഷേ ഈ കുട്ടി അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന രീതിയിൽ തന്നെ സംസാരിച്ചു. നിങ്ങൾ എന്തുകൊണ്ട് ആ തീരുമാനം എടുത്തു? ഒരാഴ്ച അവരെന്തെങ്കിലും നമുക്ക് തെറ്റായി ഒരു ചെയ്ത് കഴിഞ്ഞാൽ അവരെ നോമിനേഷൻ ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ ഒരു നിരപരാധി ഒരു ലേഡിയാണ് ഇവിടെ പുറത്തു പോകുന്ന രീതിയിൽ അവർ സംസാരിച്ചു. അതിനുശേഷം 11ാമത് വന്നിരിക്കുന്നത് സൗന്ദര്യമാണ് കേട്ടോ. ഒരു വോയിസ് ഹസ്കി പോലെയാണ് കേട്ടോ, ഒരു ജെൻസ് ടൈപ്പ് ആ ഒരു വോയിസാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചോദിച്ചു കോൾഡ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം പറഞ്ഞില്ല, എൻ്റെ വോയിസ് ഇങ്ങനെയാണെന്ന് അകത്ത് പറയുന്നുണ്ട്. അപ്പം ആ കുട്ടി നന്നായിട്ട് കളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വിജയ് സേതുപതി സാറ് ട്രോഫിയൊക്കെ കൊടുത്ത് എല്ലാവർക്കും അങ്ങനെ തന്നെ കേട്ടോ ട്രോഫി കൊടുത്ത് അകത്തേക്ക് പറഞ്ഞിരിക്കുന്നുണ്ട്. അടുത്ത് വന്നിരിക്കുന്നത് അരുൺ പ്രശാന്താണ്, സീരിയൽ ആക്ടർ തന്നെയാണ്. എല്ലാവരും സീരിയലും സിനിമയിലൊക്കെ ഉള്ള വ്യക്തികളാണ്. എനിക്കിതിനോട് വലിയ യോജിപ്പൊന്നുമില്ല കേട്ടോ. ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ എല്ലാ മേഖലയിൽ നിന്നുള്ള ആൾക്കാർ വരണം, എന്തോരം പേര് ആഗ്രഹിക്കുന്നത്. അവർ പുതിയൊരു അനുഭവങ്ങൾ ഓരോരുത്തരും അറിയണം. പക്ഷേ എനിക്ക് മനസ്സിലാവുന്നില്ല. അടുത്ത് വന്നിരിക്കുന്നത് ദർശികയാണ്, സീരിയൽ ആക്ടർ തന്നെയാണ്. എന്താ പറയേണ്ടത്, പുതിയ ആൾക്കാരും അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഓരോ മേഖലയിൽ കഴിവ് തെളിയിച്ചവരുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവരൊക്കെ തന്നെയാണ് വരേണ്ടത്. എനിക്കറിയത്തില്ല, എന്താ പറയുക, നമുക്ക് പറയാനുള്ളതല്ലേ പറ്റുള്ളൂ. പക്ഷെ അകത്ത് പോയിട്ട് നമ്മുടെ സൗന്ദര്യം അതുപോലെ തന്നെ ദർശിയൊക്കെ സംസാരിക്കുന്നുണ്ട്. അടുത്ത് വന്നിരിക്കുന്നത് വിശാലാണ്, വിജയ് TV ആങ്കറാണ്. ആ കുട്ടിയുടെ ആഗ്രഹം എന്ന് പറയുന്നത് ജോഡി നമ്പർ 1 ഉണ്ടല്ലോ, അതിൽ തന്നെ പിന്നെ അഭിനയിച്ചിട്ടുള്ള കുട്ടിയാണ്, അല്ലെങ്കിൽ മത്സരിച്ച ആളാണ്, സീരിയൽ ആക്ടർ തന്നെയാണ്. ഒരു മൂവിയാണ്, സിനിമയാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നുണ്ട്. സീരിയൽ അഭിനയിക്കുന്നവർക്ക് ഓൾറെഡി അവർക്ക് പല ഡയറക്ടർമാരെ പ്രൊഡ്യൂസേഴ്സിനെയൊക്കെ അറിയാൻ പറ്റും. പക്ഷേ എന്താ പറയേണ്ടതല്ലേ, നമുക്ക് പറയാനുള്ളതേ പറ്റുള്ളൂ. പക്ഷേ എനിക്കെന്തോ വലിയ താല്പര്യം തോന്നില്ല കേട്ടോ. എല്ലാം സിനിമ സീരിയൽ, അതായത് വിജയ് TVയുമായി ബന്ധപ്പെട്ട ആൾക്കാർ തന്നെയാണ് കൂടുതലും വന്നിരിക്കുന്നത്. ഇത് അടുത്ത് വന്നിരിക്കുന്നതും അഞ്ജിത, നമ്മുടെ കേരളത്തിലുള്ള കുട്ടിയാണ്. പക്ഷെ അവിടെ പോയിട്ട് കുറച്ച് കോളൊക്കെ സൃഷ്ടിച്ചതാണ് കേട്ടോ. അതായത് ഈ ചെല്ലമ്മ എന്ന സീരിയലിനകത്ത് അർണവ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പം അയാളാണെങ്കിൽ ഒരു ഹിന്ദു ആളെ വിവാഹം കഴിച്ചിട്ട് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഈ കുട്ടിയുമായിട്ട് കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ ആ റിലേഷൻ അർണവ് അവിടെ കളയുകയോ ചെയ്യുന്നത് എന്താണെന്നൊക്കെ അറിയത്തില്ല, കുറച്ച് പ്രശ്നങ്ങളൊക്കെ നേരിട്ടതാണ്. അപ്പോൾ എന്തായാലും അഞ്ജിതയും ഇവിടെ ഉണ്ട്. പക്ഷേ അടുത്ത കണ്ടസ്റ്റൻറ്റ് വേറെ ആരുമില്ല, അർണബും തന്നെയാണ്. അപ്പോൾ ബിഗ് ബോസ് സീസൺ 8 എന്ന് പറയുന്നത് ഇവരെ എന്താ പറയണ്ടേ, ചുക്കാൻ പിടിച്ചായിരിക്കും പോകുന്നത്. ഇവരൊരു നല്ലൊരു കണ്ടൻ്റ് ആയിരിക്കും കേട്ടോ ഈ സീസൺ 8 നോക്കാം നമുക്ക്. എന്തായാലും അർണവ് പറയുന്നത് ഞാൻ ഒരുപാട് പ്രശ്നത്തിലൂടെ കടന്നുപോയി, അപ്പോൾ എനിക്ക് അതിൽ നിന്ന് പുറത്ത് വരണം, ഇപ്പോൾ എനിക്ക് പണ്ടത്തെ ഒരു പഴയ ആളെ എനിക്ക് മാറണം എന്ന രീതിയിൽ തന്നെയാണ് അർണവും അതുപോലെ തന്നെ അഞ്ജിതയും ഇവിടെ മത്സരിക്കാൻ വന്നിരിക്കുന്നത്. അർണവനെ അകത്ത് കണ്ട സമയത്ത് അയ്യോ ഞാനൊന്നും പറഞ്ഞില്ലേ നാമനാരായണ എന്ന രീതിയിൽ, അയ്യോ ആദ്യമായിട്ട് കാണും, അയ്യോ വാട്ട് എ സർപ്രൈസ് എന്ന രീതിയിലൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. അതൊക്കെ എനിക്ക് വളരെ ഫേക്കായിട്ട് തോന്നി കേട്ടോ. എന്തായാലും അവരുടെ കളികൾ നമുക്ക് കാത്തിരുന്ന് കാണാം. നമ്മുടെ ജെൻസിനൊക്കെ യങ്സ്റ്റേഴ്സിനൊക്കെ ഒന്ന് ഇഷ്ടപ്പെടുമെന്ന രീതിയിൽ തന്നെയായിരിക്കും അവരുടെ ഒരു ഗെയിം പോകുന്നത്. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. അടുത്ത് വന്നിരിക്കുന്നത്
തമിഴ് മാത്രം സംസാരിച്ച് അരട്ട അരങ്കം അങ്ങനത്തെ രീതിയിലുള്ള മലയാളത്തിൽ നമ്മൾ എത്രത്തോളം പ്രാവീണ്യമുണ്ടോ അതുപോലെ തമിഴിൽ പ്രാവീണ്യം തെളിയിച്ച ഒരു കുട്ടിയാണ് മുത്തുകുമാരൻ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. തൻ്റെ അമ്മയാണ് തന്നെ ഈ മേഖലയിലേക്ക് കൊണ്ടുവരാൻ സഹായിച്ചിട്ടുള്ള രീതിയിൽ അമ്മയെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പോൾ അമ്മ തന്നെയാണ് സ്റ്റേജിൽ വന്ന് മകന് ട്രോഫി കൊടുത്തത്. നല്ല രീതിയിൽ കളിച്ച് വരുമെന്ന രീതിയിൽ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. അതായത് മുത്തുകുമാരൻ അതുപോലെ ജെഫ്രി, ഇവർ രണ്ടുപേരും എൻ്റെ ഫേവറേറ്റ് ആവുമോ എന്ന് നമുക്ക് നോക്കാം. മുത്തുകുമാരൻ സേതുപതി സാറിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മൾ ആരെ പത്തും ഭയപ്പെടக்கூடாது. മാത്രമല്ല നമ്മളെക്കാട്ട് ചെറിയവരെ കണ്ടാൽ നമ്മൾ അവരെ ഒന്ന് അവഗണിക്കാനും പാടില്ല. നമ്മൾ സ്നേഹത്തോട് നല്ല രീതിയിൽ എല്ലാവരോടും നല്ല താഴ്മയോടെ ജീവിക്കണം എന്നൊരു മെസ്സേജും കൂടി കൊടുത്തിട്ടാണ് അകത്ത് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. അതിനുശേഷം വന്നിരിക്കുന്നത് 18ാമത്തെ കണ്ടസ്റ്റൻറ്റ്, ലാസ്റ്റ് കണ്ടസ്റ്റൻറ്റ് ജാക്വിലിൻ കേട്ടോ. ഇത് ഒരു പച്ചമുളകാകാൻ ചാൻസ് ഉണ്ട്. സീരിയൽ ആക്ട്രസ്സാണ്. കലക്കപ്പോവത് യാര് എന്ന രീതിയിൽ ആ പ്രോഗ്രാമിൽ ആങ്കർ ചെയ്ത കുട്ടിയാണ്. മാത്രമല്ല എന്താ പറയേണ്ടത്, ജോളിയായിട്ട് ഭയങ്കര ഒരു ജിൽ പോലെ ഒരു നഗരത്തിൽ ജീവിക്കുന്ന കുട്ടിയെ പോലെ നാട്ടുമ്പുറത്തുള്ള കുട്ടിയാണ്. എന്നാൽ നഗരത്തിൽ പോലെ ജീവിക്കുന്ന നല്ല ഒരു എന്താ പറയേണ്ടത് ഒരു യോയോ രീതിയിലുള്ള കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്, എല്ലാവരും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ഈ സമയത്തേക്ക് ബിഗ് ബോസിനകത്തേക്ക് നമ്മൾ ആസ്യൂഷലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതായത് നിങ്ങളെല്ലാവരും 18 പേര് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇവിടെ കുറച്ച് തീരുമാനങ്ങൾ നിങ്ങളെ അറിയിക്കും. ആ ബിഗ് ബോസിൻ്റെ തീരുമാനങ്ങൾ എന്താണ്, അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചെന്ന രീതിയിൽ രവീന്ദ്ര പറയുന്നുണ്ട്. ഞങ്ങൾക്ക് സിംഗിൾ റൂം അവർക്ക് കൊടുത്തു, പക്ഷേ ഞങ്ങൾ പറഞ്ഞു ഒരാഴ്ച ഞങ്ങൾക്ക് നോമിനേഷൻ പണ്ണക്കൂടാതെ എന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആട്ടത്തെ കളിക്കൂ, ഞാൻ എൻ്റെ ആട്ടത്തെ ഞാനും കളിക്കുക എന്ന രീതിയിൽ സേതുപതി സാർ അവരൊന്ന് ഗുഡ് ബൈ പറഞ്ഞു പോയിട്ടുണ്ട്. ഈ സമയം ഇവർ സംസാരിക്കുന്നു. ഇവരുടെ ഡ്രസ്സൊക്കെ കാര്യങ്ങളൊക്കെ അതായത് സ്റ്റോർ റൂമിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ സംസാരിക്കുന്ന സമയത്ത് ഈ ജാക്ലിനുണ്ടല്ലോ, ജാക്ലിൻ നഖശികാന്ത് എതിർക്കുകയാണ്. ഞാനിത് അക്സെപ്റ്റ് ചെയ്യത്തില്ല, ഞാൻ ബെഡിൽ കിടക്കില്ല, ഞാൻ കിടന്നു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലായിക്കോളും, എനിക്കത് പറ്റത്തില്ല, ഞാനിവിടെ സോഫയിൽ കിടക്കാവുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞൊരു പച്ചമുളകാൻ ചാൻസ് ഉണ്ട്, തീർച്ചയായിട്ടും ഒരു പച്ചമുളകാൻ ചാൻസ് ഉണ്ട്. ലൈവ് കണ്ട സമയത്ത് അവിടെ കരഞ്ഞുകൊണ്ട് കിടക്കുന്നുണ്ട്. നാളെ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. അപ്പോൾ ഞാനിത് ബിഗ് ബോസ് മലയാളം എന്താണ് റിവ്യൂക്കിന് ശേഷം തമിഴ് ബിഗ് ബോസിന് റിവ്യൂ ചെയ്യാൻ ആരംഭിച്ചിരിക്കുകയാണ്. എന്നെ സ്നേഹിക്കുന്ന വിജി രമേശ് വ്ലോഗ് സ്നേഹിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും എന്നെ സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യുക മാത്രമല്ല നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ കുറച്ച് ലെങ്താണ് കേട്ടോ, ഇന്ന് ആദ്യം തുടക്കമായതുകൊണ്ടാണ്. നാളെ ഒരു മാക്സിമം ഒരു 10 മിനിറ്റിൽ തന്നെ ഞാൻ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കാം. അപ്പോൾ എന്തായാലും ഇത്രയും സമയം വീഡിയോ കണ്ട നിങ്ങൾക്ക് ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദികൾ അർപ്പിക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത്, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്താണ്, ഇഷ്ടം തരണം, കൂട്ടുകൂടാൻ മറക്കരുത്. നിങ്ങൾ നിന്നും വിട പറയത് വിജി രമേശ് വ്ലോഗിലെ വിജി. അപ്പോൾ നാളത്തെ റിവ്യൂമായി സന്ധിക്കാം. അതുവരെ ഉങ്ങളിൽ നിന്ന് വിട പറയത് വിജി രമേശ്.